ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കുഞ്ഞു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ കസിൻസാണ്. നമ്മൾ തലശ്ശേരിയിലേക്ക് വന്നത് എൻ്റെ ബ്രോൻ്റെ കല്യാണം എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പാർട്ടി വെയർ ഡ്രസ്സ് നോക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തലേ ദിവസമാണ് പുടവ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിനൊരു ഡ്രസ്സ് വേണം. പിന്നെ വെഡ്ഡിങ് ഡ്രസ്സ് ആയിട്ട് മെയിനായിട്ട് നോക്കാൻ പോകുന്നത് സാരി തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ റിസപ്ഷനും ഒരു പാർട്ടി വെയർ ആണ് വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു പച്ച കളർ ഷറാറ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേച്ചിമാരൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നത് ആർക്കാണോ അവർക്ക് എടുക്കാമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ. പിന്നെ ഗൗൺ ടൈപ്പും പിന്നെ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ചുരിദാർ സെറ്റും ലഹങ്കയും ഒക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. പിന്നെ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടിഷ്ടപ്പെടുവാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയായിരുന്നു കേട്ടോ. പിന്നെ കണ്ടപാട് ചാടിക്കേറി എടുക്കണ്ട, ഇനിയും സമയമുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടും ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത്. അപ്പോൾ ഈ കാണിച്ചു തന്ന കൂട്ടത്തിൽ എനിക്ക് ഈ ലഹങ്ക ചെറിയ രീതിയിൽ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിമാർ ഇത് ചിന്നയ്ക്ക് നോക്കാമെന്ന് കരുതിയിട്ട് എന്നോട് പറയുമായിരുന്നു കേട്ടോ. എന്നെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന ചിന്ന എന്നാണ്. അപ്പോൾ അവരങ്ങനെ പറയുന്നുണ്ടായിരുന്നു നോക്കാമെന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നോട് വെച്ച് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സ്കേർട്ട് ഞാൻ വെച്ച് നോക്കുമായിരുന്നു, അതിൻ്റെ ടോപ്പും ഷോളും ഒക്കെ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് മിററിലിങ്ങനെ വെച്ച് നോക്കാമെന്ന് കരുതി. അപ്പോൾ നോക്കിയപാട് എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ, പക്ഷേ എനിക്ക് എടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. നമുക്ക് ചില ഡ്രസ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചാടിക്കയറി എടുക്കാനൊക്കെ തോന്നും. അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റി വെക്കുകയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഷോപ്പിംഗ് ആണ് എൻ്റെ കസിൻസിൻ്റെ ഒപ്പം. ഇനിയും ഒരുപാട് ഷോപ്പിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ വയ്യേ വരും കേട്ടോ. അപ്പോൾ ഞാനത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കാനുണ്ടായത്. അപ്പോൾ ഇത്രയും അഫോർഡബിൾ റേറ്റിന് വേറെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതാണ്ട് എനിക്ക് എൻ്റെ ഒരു മൈൻഡിൽ ഒരു 3000-ൻ്റെ അടുത്താണ് ഈ ഒരു ഡ്രസ്സിന് വരുന്നതെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെച്ചു. എനിക്കും കിട്ടിയ ഒരു മുട്ടായി. എനിക്ക് ഒരു മുട്ടായും കൂടെ കിട്ടിയോ? മൾട്ടി ഷെയ്ഡ് അങ്ങനെ അവിടുന്ന് കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സസൊക്കെ ഞാൻ നോക്കിയെങ്കിലും ഒന്നും നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത ഷോപ്പ് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നേ ഷോപ്പിൽ നിന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എടുക്കാമെന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ ഈ ഒരു ബൊട്ടീക്കിലാണ് കയറാൻ പോകുന്നത് കേട്ടോ. റിസപ്ഷനൊക്കെ പറ്റുന്ന തരത്തിലുള്ള പാർട്ടി വെയർ.
ഏറ്റവും അടിയിട്ടില്ല ഇപ്പം വീനക്കല്ലേ വരുന്ന കൂടുതലും വീനക്കില് വരുന്നൊന്ന് കാണിച്ചോ. മനസ്സിലായി. അപ്പൊ ലെൻസ് വെച്ച് വെക്കുമ്പോ ഇങ്ങനെ വെച്ചോ. ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാമറ ചലിപ്പിക്കണം. ഓക്കെ. ഉണ്ടല്ലേ അമ്മ നിലയടിക്കുന്നു. ചിന്നേച്ചി ഇതൊക്കെ ഉണ്ടല്ല. അയ്യയ്യേ ചിന്നേച്ചി ഇതൊക്കെ കാത്തു ഫേമസ് ഒന്നും ആവണ്ട. ഞാൻ നിന്നാ മതി. നിലേ സ്വന്തം അങ്ങനെ ഞങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു വീനക്കിലുള്ള ഈ ഒരു ടോപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തലേ ദിവസം നമ്മുടെ പുടവ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് നോക്കിയാലോ എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ചേച്ചിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, എല്ലാം സസ്പെൻസ് ആയിട്ട് വെച്ചാൽ മതി. എന്താ പറയുക, ഏതൊക്കെയാണ് എടുക്കുന്നത് എന്തൊക്കെയാണ് എടുക്കുന്നതെന്നൊന്നും ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല. നിങ്ങൾ ലാസ്റ്റ് നമുക്ക് വെഡിങ് എന്താ പറയുക വീഡിയോ സെപ്പറേറ്റ് വരുമല്ലോ, അപ്പോൾ അതേ കണ്ടോളൂ കേട്ടോ. പിന്നെ മക്കളൊക്കെ അവിടെ നിന്ന് കളിക്കുകയും പിന്നെ ആരൊക്കെ എനിക്ക് വീഡിയോ മാറി മാറി എടുത്തു തരുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാനും വീഡിയോസ് എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ടോപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏതാണ്ട് ഒരു 2000-3000 അടുത്ത് വരുന്നുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇട്ട് നോക്കുമ്പോഴത്തേക്കും എനിക്ക് സൈസ് പാകമല്ല, അത് ചെറുതാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇച്ചിരി ടൈറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ട് അത് എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ വേറെ കളർ പച്ച കാണാൻ പച്ച.
ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡുള്ള ഒരു എന്താ പറയുക സെറ്റ് ചെയ്യാൻ കാണുന്നതായിട്ടോ ഡെമ്മിയിലിട്ടിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 1-2 പേർക്ക് അവിടെ നിന്ന് സെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഡ്രസ്സൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറുവാണ്. ഇവിടെ ആണെങ്കിൽ നിഷ ചേച്ചിക്ക് സാരി നോക്കാമെന്ന് കരുതിയിട്ടാണ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. തലശ്ശേരിയിലാണെങ്കിൽ ഒത്തിരി ഡ്രസ്സിൻ്റെ ഷോപ്പുണ്ട് കേട്ടോ. അടുത്തടുത്തായിട്ട് ഇങ്ങനെ എന്താ പറയുക, അടുപ്പ് കൂട്ടിയ പോലെ എന്ന് വേണേൽ പറയാം കേട്ടോ. അത്രയും ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ വേറെ ദൂരോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ തന്നെ ഒത്തിരി ഡ്രസ്സിൻ്റെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ബൊട്ടീക്കിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എന്നാൽ ഫെലാക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എനിവേയ്സ് അവിടെ കയറിയിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബ്ലാക്കിലൊക്കെ കാണിച്ചു തന്നിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് ബ്ലാക്ക് അത്ര മാച്ച് അല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത കളറൊക്കെ ഇങ്ങനെ വെറൈറ്റി കളക്ഷൻസ് കാണിച്ചിരുന്നുണ്ടായിരുന്നു. അത് ഇതിന്റെ ഷോളാണ് വരുന്നത്. ഇതിന്റെ പറയുമ്പോഴത്തേക്ക് വെള്ളം ഓടി കളിക്കളഞ്ഞു ഇവർ കൊടുത്തിട്ട് നിൽക്കുന്ന രസമായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസിൽ നിഷേച്ചേച്ചി ഒഴികെ ബാക്കി എല്ലാവരും പാർട്ടി വെയർ ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിഷേച്ചിക്ക് വേണ്ടിയിട്ട് സാരിയുടെ ആ സെക്ഷനിലുള്ള ഷോപ്പ് നമ്മൾ നോക്കിയിട്ട് തിരഞ്ഞു പിടിച്ച് നോക്കുമായിരുന്നു കേട്ടോ. അങ്ങനെയാണ് സാരി ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് കണ്ടത്. നേരെ അതിൽ കയറി കേട്ടോ. അങ്ങനെ ഡമ്മിയിലൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസമുണ്ട്. നമ്മളിങ്ങനെ ചെറിയ സാരീസില്ലേ നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്കും വലിയ മാച്ച് ആവില്ല, ഇഷ്ടമാവില്ല എന്നൊക്കെ തോന്നുമെങ്കിലും നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ചില സാരിയൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിൽ ഞാൻ കണ്ടിട്ടുള്ളത്, മിക്ക ഷോപ്പിലും ഞാൻ സാരീസിൻ്റെ സെക്ഷനിലുള്ള ഷോപ്പിൽ കയറുന്ന സമയത്തെ ഒരുപാട് ബ്ലൗസസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് തന്നെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ ഓരോന്ന് കാണാനായിട്ട്. പിന്നെ ബ്ലാക്കിൽ ഈ റെഡ് വരുന്ന സാരിയും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ നമുക്കൊരു ഫങ്ഷൻ ബ്ലാക്ക് അത്ര മാച്ച് ആവുമോ എന്നുള്ള എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ രസമുണ്ടല്ലേ, ബ്ലൗസ് അടിപൊളി അതിൻ്റെ കൂടെ വരുന്നു. അതിൻ്റെ കൂടെ ഇത് വരുമ്പോൾ അതൊരു സൂട്ടാണ്. ഈ ഒരു ഇതില്ല മോഡല് ഇതെല്ലാം ഇട്ടാൽ രസമുണ്ടാവും നല്ല. ഇങ്ങനത്തെ പല കളറില്ലേ, അവിടെ വൈറ്റ് കാണിച്ചാൽ നിൽക്കുക, അത് എല്ലാത്തിനൊപ്പം പോകുന്നുണ്ട്. ഇപ്പം വീനക്കിലായി ഇങ്ങനത്തെ ബ്ലൗസ് വരുന്നത് ഇങ്ങനത്തെ. അപ്പോൾ ഈ ഒരു ബ്ലൗസിനൊക്കെ ഏതാണ്ട് 500 താഴെയാണ് വരുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തുണി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാൻ ബ്ലൗസിന് 500 രൂപയുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ബ്ലൗസ് കിട്ടുമ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ, പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ എനിക്ക് കൂടുതലും അതിൽ വൈറ്റ് ആ ഒരു ബ്ലൗസാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിങ്ങനെ നോക്കിയിട്ട് ഞാൻ അവിടെ വെച്ചു കേട്ടോ. പിന്നെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ സാരി നോക്കുകയല്ലേ, അപ്പോൾ ഞാനിത് ജസ്റ്റ് കളറൊക്കെ ഈ ഒരു പച്ച കളറ് ഒരു തരം പച്ചയല്ലേ ഇത്. അപ്പോൾ ഈ ഒരു സാരിയൊക്കെ ഞാൻ ഇത് ജസ്റ്റ് നോക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു സാരി വേണമെങ്കിൽ നമ്മൾ വെച്ച് സെറ്റ് ചെയ്ത് തരാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരി സെലക്ട് ചെയ്തോളൂ എന്ന് കേട്ടോ. മെറ്റീരിയൽ മാറിയ ഇതൊരു നെക്കോട്ടെ സ്റ്റൈല് രണ്ട് കൊള്ളിയൊക്കെ ഉണ്ട്. ഓർഗാനിക് സ്റ്റൈൽ എങ്ങനെയാണ്, അത് മോഡൽ എങ്ങനെയാണ്?
അങ്ങനെ ക്ലാസ് വേണം. ഒരാളൊന്ന് വെറുതെ ഒന്ന് വെച്ച് നോക്കിയോ ഫസ്റ്റ്. നിങ്ങളൊരു കാര്യം ഈ സാധനമില്ല എൻ്റെ കയ്യിൽ മറ്റേ ടോപ്പിനോട് എൻ്റെ കയ്യിൽ. ചേച്ചി ഇതൊന്ന് ഇവർക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തേ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ ഷോപ്പിംഗ് നടത്തിയതിന് ശേഷം ലാസ്റ്റ് നമ്മളിത് ഓട്ടോ വിളിച്ച് അവിടെ നിന്ന് നേരെ ഗ്രാൻഡ് തേജസിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ 2 ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നേരെ ഗ്രാൻഡ് തേജസിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഗ്രാൻഡ് തേജസിൻ്റെ ഫസ്റ്റ് ഫ്ലോറാണെന്ന് തോന്നുന്നു. നമ്മൾ സാരി സെക്ഷനാണ് ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. വെഡ്ഡിങ് സാരിയാണ് നോക്കുന്നത് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ ഡമ്മിയിലൊക്കെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്തത് കാണാം. അതിൽ കൂടുതലും ഈ ഒരു ലഹങ്ക ടൈപ്പും അല്ലാണ്ട് സാരീസും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് നോക്കാം. എല്ലാവരുടെ അടുത്ത് സോപ്പാണ്. ബോർഡർ വേണ്ടോ? ഇങ്ങനത്തെ മോഡൽ ഏത്? എല്ലാവരും ചേച്ചിമാരൊക്കെ നോക്കിയേ പിന്നെ അവർക്ക് സാരി എല്ലാവരും വെഡ്ഡിങ്ങിനായിട്ടുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എടുത്തതെന്നോ ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല കേട്ടോ. അപ്പോൾ കുട്ടികളുടെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ധാവണി സെറ്റ് നോക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ ഗേൾസിനൊക്കെ ഒരു ധാവണി സെറ്റ് വീതം നോക്കാമെന്ന് കരുതിയിട്ട് അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കൂടെയുള്ളത് ഒരു ആൺകുട്ടിയുണ്ട് കേട്ടോ, നീണ്ടേ. അപ്പോൾ അവനുള്ള ഡ്രസ്സ് ഇതാ ഇപ്പുറത്തെ സെക്ഷനിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ കുട്ടികളുടെ പർച്ചേസിങ് ചെറിയ രീതിയിൽ കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഗേൾസിനുള്ളതാണ് കൂടുതൽ കിട്ടാനുള്ളത്. അത് മറ്റൊരു ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ നോക്കാമെന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ നമ്മുടെ റിസപ്ഷനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ലഹങ്കയായിരുന്നു കൂടുതലും അവർ കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല കളറാണ്, ഇത് നല്ല പുതിയ വന്നതാണ്. ശരിക്കും കുതിര ചിന്നന്റെ പല്ലിഞ്ഞ് കാണിക്കട ദയവ് ചെയ്തിട്ട്. അങ്ങനെ എടുത്ത ഡ്രസ്സുകളുടെ ബില്ലും കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്തെ ഞാനിതാ കുട്ടികളുടെ സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ്. അത് ബോയ്സിൻ്റെ ആണെങ്കിലും ഗേൾസിൻ്റെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ടൈമാണ് കസിൻസിനൊപ്പം ഒക്കെ ഒരു ഷോപ്പിംഗ് നടത്തുന്നത് കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു മക്കളും എല്ലാവരും തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഒരുവിധം കഴിഞ്ഞ് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഫാൻസി ഐറ്റംസൊക്കെ വെക്കുന്നൊരു ചെറിയൊരു എന്താ പറയുക ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ നമുക്ക് വേണ്ട ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കി വീഡിയോസൊക്കെ എടുക്കുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക റിസപ്ഷൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ വെഡ്ഡിങ് ഡ്രസ്സിനൊപ്പം ഒക്കെ മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓർണമെൻറ്റ്സ്, ബാംഗിൾസ് ആയാലും നെക്ക് പീസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പം നോക്കിക്കൊണ്ടിരുന്നത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയുള്ള സ്റ്റഡ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അപ്പം 2 എണ്ണത്തിൽ ഞാൻ ഒന്ന് എടുക്കാമെന്ന് കരുതിയിട്ടോ. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ഏതാണ്ട് 6:40 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊക്കെ തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്, അതായത് കോഴിക്കോട് ലിമിറ്റഡിൽ കയറാനുള്ള പ്ലാനും ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ചേട്ടൻ ബസ്സൊക്കെ വിളിച്ച് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു രാത്രി ആയ പിന്നെ ഗ്രാൻഡ് തേജസ് ലൈറ്റിലൊക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഷോപ്പിംഗ് ഞങ്ങൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു. എനിവേയ്സ് എല്ലാവരും ഹാപ്പി ആയിരുന്നു. അങ്ങനെ നമ്മളിതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ്സും റെഡി ആയിട്ടുണ്ടായിരുന്നു, ബസ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാവരും ലിമിറ്റഡ് സ്റ്റോറിൽ ഇറങ്ങേണ്ട ആൾക്കാരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ എത്തിച്ചേരാനും പറ്റിയിട്ടുണ്ടായിരുന്നു. എനിവേയ്സ് ഞാനിതാ ചോറോടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അജേട്ടനും അമ്പാടി ചെയ്ത ഷോപ്പിൽ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് ടൈമിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.